നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചു വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആകാറില്ലേ? എനിക്കും അതുപോലെ ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ആഗ്രഹിച്ച് കുറേ നാളും കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം കിട്ടുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കിപ്പോൾ. രാവിലെ റൂം സർവീസൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? കാണിച്ചു തരാം. നമുക്ക് ആരെങ്കിലുമൊക്കെ സർപ്രൈസ് തരുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് പ്രത്യേകിച്ച് ആരും സർപ്രൈസ് ഒന്നും തരാനില്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് സർപ്രൈസ്ഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സർപ്രൈസ് ആകുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു സർപ്രൈസ് ആണിത്. എന്താണെന്ന് കാണാം. ഒരു സർപ്രൈസ് വീഡിയോ എന്താണെന്നല്ലേ കാണിച്ചു തരാം. എനിക്ക് എല്ലാ ബേർഡ്സിനെയും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും സൺകണ്ണൂർ ചിക്സിനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. ഞാൻ ഇവനാണോ ഇവളാണോ എന്നറിയത്തില്ല. ഇതുവരെ DNA ചെയ്തിട്ടില്ല. കുഞ്ഞാണ്. ഒരു 5.5 months 6 months ആയെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞിട്ടൊക്കെ DNA ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അപ്പം വേദന എടുക്കത്തില്ലല്ലോ. വേദന എടുക്കും, എന്നാലും എനിക്ക് പേടിയാണ്. ഞാൻ എടുക്കാറില്ല. ഞാൻ അവിടെ കടയിൽ കൊണ്ടുപോയി ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവന് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പോവാണ്. ഇവനെന്നാണ് ഞാൻ വിളിക്കുന്നത്. എനിക്കറിയത്തില്ല ഇത് ഇവനാണോ ഇവളാണോ എന്ന്. സമയമാകുമ്പോൾ നമുക്ക് DNA ചെയ്തിട്ട് നോക്കാം അല്ലേ? ഇഷ്ടപ്പെട്ടോ എൻ്റെ കുഞ്ഞിനെ? നമുക്ക് ഹാൻഡ് ഫീഡിങ് ഫോമിലാണ് കൊടുക്കുന്നത്. A90-ൻ്റെ ന്യൂട്രിബേർഡിൻ്റെ A90-ൻ്റെ ഫോമിലാണ് ഞാൻ ഇവിടെ എൻ്റെ ഇപ്പോൾ ഉള്ളത്. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു കഴിഞ്ഞ കുറേ ചിക്സിനൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നതാണ്. അപ്പം ഇപ്പം എൻ്റെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ സാധാരണ പെറ്റ് ലൈഫിൻ്റെ ഹാൻഡ് ഫീഡും യൂസ് ചെയ്യാറുണ്ട്. ഹാൻഡ് ഫീഡിങ് ഫോമുല പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിളപ്പിച്ച ആർച്ച വെള്ളമാണിത്. നമ്മൾ ചൂടൊക്കെ നോക്കിയിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇത് ഞാനിവിടെ കഴുകി വാഷ് ചെയ്ത് ഓൾറെഡി ചാടാൻ വേണ്ടി റെഡി. അയ്യോ ചൂടാ. എവിടെ പോവാ നീ? ബാ, എവിടെ പോവാ നീ? ഫുഡ് വന്നു. ഹംഗ്രിയാണോ? ഓൾറെഡി ഹംഗ്രിയാണോ? വെയിറ്റ് ചെയ്യണ്ടായോ? നമ്മൾ ഫുഡ് എടുക്കുമല്ലേ? 20 ml കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ പുള്ളിക്കാരൻ 20 ml ട്വൈസ് എ ഡേ ആണ് ഫീഡ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. സപ്പോർട്ട് ഫീഡാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ച് നോക്കണം ഇനി. അത് നോക്കിയിട്ടാണ് ഞാൻ കൊടുക്കുള്ളൂ. ചാടല്ലടാ. അറിയാൻ മേലാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ നോക്കും ആദ്യം അവന് ഹംഗ്രി ആണോ. അവൻ്റെ കേജിൽ ഞാൻ നോർമൽ അവൻ്റെ സൺഫ്ലവർ സീഡ്സും തെനയും ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അല്ലാണ്ടുള്ള ഫുഡ്സും ട്രൈ ചെയ്യും കൊടുക്കാനായിട്ട്. അവനത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ? കഴിക്കണ്ടായോ? അപ്പം ചുണ്ടനല്ലേ അവൻ? ചുണ്ടൻ. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ചൂടുണ്ട്. അപ്പം ഇത് ആറുന്നെടുത്താലും പുതിയ സിറിഞ്ചാണ് യൂസ് ചെയ്യാറുള്ളത്. അവർ ട്യൂബൊക്കെ വെച്ചാൽ ഫീഡ് ചെയ്തത്. എനിക്കതൊക്കെ പേടിയാണ്. ഞാൻ സാധാരണ സ്പൂൺ കൊണ്ടാണ് ഞാൻ തുടങ്ങുവാണെങ്കിൽ ഫീഡ് ചെയ്യത്തുള്ളൂ. അതാകുമ്പം അവർക്കും ബുദ്ധിമുട്ടില്ല, ആർക്കും എനിക്ക് പേടിയില്ല. അപ്പം ഇവനത് അങ്ങനെ സ്പൂണിൽ എടുക്കാറായോ എന്ന് എനിക്കറിയത്തില്ല. ആ പുള്ളി ഈ റബ്ബറിൻ്റെ ഒരു ലെങ്ത് ഉള്ള ഒരു ട്യൂബോ ഏതാണ്ട് വെച്ചാൽ ഫീഡ് ചെയ്യുന്നത് ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് പേടിയാണ്. അത് അകത്തോട്ടൊക്കെ പോയി എവിടെ പോകുന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് അങ്ങനെ കൊടുക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ സിറിഞ്ചിലാണ് കൊടുക്കുന്നത്. സിറിഞ്ച് പുതിയതാണ്. ഞാനിപ്പം കവർ പൊട്ടിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വാഷ് ചെയ്യണം. അകത്ത് ഞാൻ ബ്രഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. തിളപ്പിക്കാറില്ല, കാരണം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. എന്നാലും ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കും. അപ്പോൾ ഫീഡ് ചെയ്യാം. പറന്ന് മണ്ട കയറുക. 20 ml ഫുള്ളായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ നോക്കാം. വേണമെങ്കിൽ കൊടുത്താൽ മതിയല്ലോ. എനിക്ക് പേടിയ ഇൻഡൈജഷനോ വല്ലതും ഒക്കെ വന്നെങ്കിലോ. എൻ്റെ കയ്യിൽ അങ്ങനെ
അവരെന്തോ ഒരു മെഡിസിൻ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഞാൻ മറന്നുപോയത് അതിന്റെ പടം എടുക്കാനായിട്ട്. അതൊന്ന് വിളിച്ചു ചോദിക്കണം കുറച്ച് കഴിയുമ്പോൾ. എന്നിട്ട് വേണമെങ്കിൽ ഇൻഡൈജഷൻ ഞാൻ അങ്ങനെ മിക്സ് നമ്മൾ കൊടുക്കുന്ന രീതി പോലെ ഇരിക്കും. അങ്ങനെ ഇൻഡൈജഷൻ വരാറില്ല, എന്നാലും പറയാൻ പറ്റത്തില്ല. ഞാൻ ചാൻസ് എടുക്കുന്നുമില്ല. അപ്പോൾ ഇവനെ കുറച്ച് നേരം എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കട്ടെ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിടം വരെ ഹാപ്പി ബേർഡ് കീപ്പിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.